പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് പഠിതമാണ്. ഞാൻ പറഞ്ഞത് ഇതല്ലേ ഇവിടെ കൊണ്ടുവന്ന് ഞാനറിയ സംഭവം. ഇതിന്റെ വലിപ്പമാണ് 150 ഗ്രാം. ഇതിനകത്തിരിക്കുന്ന ഒരു നെഫ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ഇങ്ങനെയുള്ള 12.5 ലക്ഷത്തിപ്പുറം അരിപ്പുകളാണ് ഇതിനകത്തിരിക്കുന്നത്. ഇവിടെ ഇവൻ നമ്മൾ ഓരോ, നിങ്ങൾ നേരത്തെ പ്രഷർ ചോദിച്ചില്ലേ, ഈ പ്രഷർ കിഡ്നിയുമായിട്ട് ഭയങ്കര ബന്ധമാണ്. അപ്പൊ ഓരോന്ന് സംസാരിക്കുമ്പോൾ എല്ലാമായിട്ട് കണക്റ്റഡാണ്. അപ്പൊ നമുക്ക് ഒരെണ്ണത്തിന് വേണ്ടി പ്രത്യേകം ഒരു കാര്യം പറയാൻ പറ്റില്ല. ഇതെല്ലാമായിട്ട് കണക്റ്റഡ് ആയിട്ട് അപ്പോൾ എല്ലാത്തിനും കൂടെ കൂടി വേണ്ടുന്ന ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, വയറ്. അപ്പൊ ഇവിടെ വരുമ്പോൾ നോക്കണം, ഇവൻ അവിടെ വരുമ്പോൾ ആ അപ്പുറത്ത് കാണുന്നതായ ആ ജാളിക്കകത്തൂടെ ഒരു ഇടി ഇടിക്കും. 72 ഇടിയാണല്ലോ ഇടിക്കുന്നത്. ഈ 22 ഇടിയുടെ ഏത് കപ്പാസിറ്റി ഉണ്ടോ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് മൂത്രം വരുന്നത്. ഇവൻ അവിടെ ചെന്ന് അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഗ്രാവിറ്റിയിലുള്ളതായ താഴെ വരുന്ന ഡെൻസിറ്റി കൂടിയതും ഡെൻസിറ്റി കുറഞ്ഞതും ഗ്രാവിറ്റിയിലാണ് ഈ മേളിൽ കിടക്കുന്നതിന് താഴോട്ട് വരുന്നത്. നമ്മൾ അരിപ്പ് വെച്ചിട്ടില്ലേ ബീക്കറിനകത്ത് താഴോട്ട് വലിക്കാൻ, അതേപോലാണ് ഇത് വരുന്നത്. നമ്മൾ കാലം ഇങ്ങനെ മുറിയും ഒരേയും ഒരു വെള്ളം വരുമല്ലോ, അപ്പൊ ചോര വരത്തില്ല, വരുമോ? അതേപോലാണ് മൂത്രം വരുന്നത്. അത്രയും ചെറിയ നെറ്റിക്കൂടാണ് അരിച്ചാണ് ഈ വരുന്നത്. ഈ 12 ലക്ഷമുള്ള ഈ 12 ലക്ഷത്തിപ്പരം അരിപ്പുകൾ ഈ 150 ഗ്രാമിനകത്ത് എങ്ങനെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് പഠിച്ചാൽ മാത്രം മനസ്സിലാവും ഈ തമ്പുരാന്റെ എന്തൊരു സൃഷ്ടിയാണ്, അതിനകത്ത് ആർക്കെങ്കിലും ഏറി കളിക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് അതിനെ കണ്ടിക്കാനും നടക്കാനും അതിന് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതിനാണ് കൂടുതൽ ഇവിടെ പ്ലാന്റേഷൻ നടക്കുന്നത്. എന്ത് അല്ല, മനസ്സിലായ ഞങ്ങളുടെ ഭാഷ ഇങ്ങനെയാണ് അല്ലേ? അതിനെ അടുത്ത് മാറ്റിവെക്കും, മുറിച്ചു വെക്കും, എല്ലാം വെക്കും. ഇൻഫെക്ഷന് വേണ്ടി മാത്രം നിങ്ങൾ വെറും കൂവളത്തിന്റെ വേലയിലെ തൊലി 60 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് 1/4 ലിറ്റർ ആക്കിയിട്ട് ഒന്ന് ഡെയിലി കുടിച്ച്, എന്നിട്ട് വില്ലുവാതി ഗുളിക ഏതെങ്കിലും വൈദ്യനെയും കൊണ്ട് മാത്രം ഉണ്ടാക്കി കഴിച്ചു നോക്കിക്ക്. വില്ലുവാതി ഗുളിക എന്ന് പറയുന്നത് ഇവിടെ ഇല്ല മാർക്കറ്റിൽ. അതാ രസം. ഒരു വില്ലുവാതി ഗുളിക ഞങ്ങൾ ഉണ്ടാക്കുമ്പം 10 രൂപ വരും ഒരെണ്ണം ഉണ്ടാകും. കാരണം 7 ദിവസം കല്ലിലിട്ട് അരക്കണം. അതിന് 2 പേരെ നിർത്തണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അരക്കണം. ആട്ടിന്റെ മൂത്രം എടുക്കാൻ പോകുമ്പോൾ ആട് ഓടും. ആട്ടിന്റെ മൂത്രത്തിലായത് അരയ്ക്കുന്നത്. വില്ലുവാതി ഗുളിക അരയ്ക്കണമെങ്കിൽ ആട്ടിന്റെ മൂത്രം വേണം. ധന്വന്തിരല്ല ഏത് ഗിരിയെ കിട്ടിയാലും അവന് ആട്ടുമൂത്രം ഇടുന്നുണ്ട് ആദ്യം കഴിയും. അതായിരിക്കും ഇമ്പോർട്ടന്റ്. ആട്ടുമൂത്രം ഇടുന്നു വരുന്നു. ആട്ടുമൂത്രത്തിൽ അരച്ചാലേ ഇതിന് ഗുണമുള്ളൂ. അപ്പൊ ഈ ആടിന്റെ അടുത്ത് ഈ പാത്രം കൊണ്ട് ചെല്ലുമ്പോൾ ആട് മൂത്രം ഒഴിക്കാൻ നേരത്ത് പാത്രം കൊണ്ട് ചെല്ലുമ്പോൾ ഇത് താഴോട്ട് വീഴുമ്പോൾ സൗണ്ട് വരും. സൗണ്ട് ആട് ഒറ്റ ഓട്ടം കൊടുക്കും. കാരം പോയാ അപ്പൊ അതിനകത്ത് കച്ചി വെക്കും. ഈ പുല്ലും കച്ചിയൊക്കെ വാരിയിട്ടിട്ട് സൂത്രത്തിൽ വേണം ഇതിനകത്ത് നിന്ന് പിടിച്ചോണ്ട് വരാൻ. ഇങ്ങനെയൊക്കെ ആരും ചെയ്യപ്പോ ഇതൊക്കെയാണ് പണ്ടത്തെ വൈദ്യന്മാർ ചെയ്തോണ്ടിരുന്നത്. മനസ്സിലായോ? ഇതൊക്കെ ഈ പഴയ വൈദ്യത്തിനകത്ത് ഇപ്പോഴും ഉണ്ട്. അവരെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങൾ ഒരു കാര്യം വീണ്ടും ഞാൻ പറയണു, കുറുന്തോട്ടി പോലും കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാത്തവന്റെ കയ്യിൽ ആയുർവേദം ചെന്ന് നിന്ന് കഴിഞ്ഞു. അറിയാവുന്ന വൈദ്യനെയെല്ലാം ഇവിടുന്ന് പരത്തി പാടിക്കാൻ ഈ സകല കമ്പനിക്കാരന്മാരും സകല ഡോക്ടർമാരും കൂടെ തപ്പി നോക്കുകയാണ് എങ്ങനെ വൈദ്യന്മാരെ ഇവിടുന്ന് ഓടിക്കാമെന്ന്. ഇതിനകത്ത് നിങ്ങളും കൂടെ കഥാപാത്രങ്ങളാവുന്നെങ്കിൽ വെരി ഗുഡ്. കാരണം ഇനി ഇതോടെ നിൽക്കും, പാരമ്പര്യം ഇവിടെ തീരും. കാരണം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ട് വേണം ഈ പാരമ്പര്യ വൈദ്യന്റെ പുറകെ നിന്ന് ഇവനെ എടുത്ത് കളയാൻ. ഒരു അണ്ണാങ്കുഞ്ഞിനെ മരം കയറ്റാൻ ആരെങ്കിലും പഠിപ്പിക്കണം. അവനെ ജീനി കൂടെ കിട്ടിയിട്ടുണ്ട്, ഇറങ്ങി കഴിഞ്ഞ് ഓടാൻ നേരത്തെ അവൻ നേരെ കയറി അങ്ങ് പോവും. ഒരു ബ്ലാക്ക് സ്മിത്തോ അല്ലെങ്കിൽ ഒരു കൊല്ലനോ അല്ലെങ്കിൽ ഒരു തട്ടാനോ അവനെ പണിയാൻ പഠിപ്പിക്കാനായിട്ട് വലിയ പാടില്ല. അവനെ വേണം ആദ്യം ഐടിയിൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ. അവന് വേണം ആദ്യം ചാൻസ് കൊടുക്കാൻ. ആർക്ക്? ശരിയല്ലേ? ചുമ്മാ ഇരിയെന്ന് ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പാരമ്പര്യ വൈദ്യന്മാരെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ഈ തട്ടിപ്പ് ഇവിടെ നടക്കുന്നിടത്തോളം കാലം ഇവനൊന്നും ഒരു ലക്ഷ്യം പിടിക്കാൻ പോകുന്നില്ല. 14 നിങ്ങൾക്ക് വേണോ 5 ലക്ഷം രൂപ എന്റെ കൂടെ കർണാടകത്തിൽ വാ, BMM സർട്ടിഫിക്കറ്റ് ഞാൻ മേടിക്കാം ഒറിജിനൽ. അവന്റെ കയ്യിൽ വേണ്ടി ആയുർവേദം കൊടുത്തിട്ടാണ് നമുക്ക് വെച്ച് അരി മൊത്തം 5 ലക്ഷം രൂപ മതി.
ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇന്നത്തെ പത്രം വായിക്ക്, ഇന്നത്തെ പത്രം എടുത്ത് വായിക്കും. 8,000 രൂപയ്ക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ ഇന്നത്തെ പത്രത്തിൽ കിടപ്പുണ്ടോ മാതൃഭൂമിയിൽ? ഉണ്ട്. അതിനകത്ത് അതാണ് നമുക്ക് വേണ്ടുന്നത്. അല്ല, യഥാർത്ഥ വൈദ്യുതിരിക്കുന്ന അവൻ ഇത് പിന്നെ ഈച്ച അടിക്കുന്നു. ഇവിടെ കള്ളം വന്നിട്ട് അടിച്ചുകൊണ്ടും പോന്നു. നിങ്ങൾക്ക് ഈ നോട്ടെ പാരമ്പര്യ വൈദ്യുതി വരുന്നത് ഭയങ്കര തമാശയാണ്. കാരണം എന്റെ മനസ്സിനകത്തിരിക്കുന്ന അറിവുകൾ എന്റെ അച്ഛന്റെ ജീനിൽ കൂടെ DNA വഴി കൈമാറി കിട്ടിയതാണ്. മനസ്സിലായ? അതിനകത്തൊരു 75% അച്ഛൻ്റെതും ഞാൻ സ്വന്തം പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത്. ഇല്ലേ? ശരിയല്ലേ? അല്ല, അത് MBBS എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ കിട്ടാത്തപ്പോ എന്ത് ചെയ്തു? എന്നാ കൊള്ളി മേടിക്കാൻ ആയുർവേദത്തിൽ പോയി. അവിടെ ചെന്ന് കാശ് കൊടുത്താൽ കൊള്ളി കിട്ടൂപ്പോ. ഏത് കാശും കൊള്ളി കൊടുത്താൽ കിട്ടുന്നു. അവരെ കയ്യിൽ കൊണ്ടുവന്നിട്ട് ആയുർവേദത്തിന്റെ ABCD പോലും വരുന്ന കുറുന്തോട്ടി പോലും കണ്ടാൽ തിരിച്ചറിയാത്തവന്റെ കൈ കൊണ്ടുവന്ന് ആയുർവേദവും കൊടുത്തു. നമ്മളെല്ലാം അതിന്റെ പുറകെ ഓടുകയാണ്. അൽസെറ്റ് എവിടെ കിടക്കുന്നത് പറഞ്ഞ ഓരോ ഗുളി എഴുതി കൊടുക്കുന്ന കമ്പനിക്കാരൻ കോട്ടക്കലിന്റെ ഒരു ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ കോട്ടക്കലിന്റെ അല്ലാതെ വേറൊരുത്തിന്റെ സാധനം എഴുതിയാൽ അവന് സസ്പെൻഡ് പോഹാൻ നിനക്ക് കിട്ടി. നാഗാർജുനക്കാരൻ എഴുതി കഴിഞ്ഞാൽ നാഗാർജുന മാത്രം എഴുതാൻ പാടുള്ളൂ. അവന് സ്വന്തമായിട്ട് പറ്റില്ല. അവന്റെ ഗുളിക മാത്രം. എന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയുടെ താഴെ കാണുന്ന എല്ലാ മെഡിക്കൽ സ്റ്റോറിലും പോയിട്ട് വൈദ്യുതി അവരെ കാശ് കൊണ്ട് കൊടുക്കും. അവൻ മേടിച്ചുകൊണ്ട് പോകും. ഇതാണ് ആയുർവേദത്തിന്റെ തലപ്പത്തി എന്നിരിക്കുന്നത്. എന്നാൽ അറിയാവുന്നവനും നേരാമണ്ണം ചെയ്യുന്നവനും അവനെ നിങ്ങൾക്ക് ആർക്കും വേണ്ട. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ വലിയ കസേരയില്ല, അവന്റെ 40 ലക്ഷത്തിന്റെ വണ്ടിയില്ല, അവന് വലിയ ബിൽഡിംഗ് ഇല്ല, AC ഇല്ല, പാവപ്പടം. കാരണം പിന്നെ വൈദ്യുതി എന്ത് പറ്റുന്നറിയോ? വൈദ്യുതി ഒരു വകുപ്പുണ്ട്. കാശ് ചോദിച്ച് മേടിക്കാൻ പാടില്ല, ദക്ഷിണ മേടിച്ചോണം. ഇതാണ് അവനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ കാശുണ്ടാക്കാനായിട്ട് ഇരിക്കുന്നവന്റെ കയ്യിൽ കൊണ്ടുപോയി നമ്മൾ. സത്യം പറയാണ്, നിങ്ങൾ ഇനിയെങ്കിലും അറിവുള്ളവന് ഇതിനകത്ത് ഒരുപാട് ആൾക്ക്, ഞാൻ എല്ലാവരും അടക്കപ്പറയല്ല, നല്ലവരുണ്ട്. പഠിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആയുർവേദ പാരമ്പര്യ വൈദ്യന്റെ അടുത്ത് ചെല്ലാം. ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി എടുത്തിട്ട് പറയുമായിരുന്നു വൈദ്യന്റെ അടുത്ത് പോയി പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പൊ നാണക്കേടാണ്, ചെയ്യില്ല. ഞങ്ങളുടെ അടുത്ത് നിന്ന് കർണാടകത്തിൽ നിന്ന് പഠിച്ചു വന്ന എന്റെ കൂട്ടുകാരൻ്റെ ഒരു മോൻ വന്നു. മോന, എന്റെ മോൻ വന്നിട്ടുണ്ട്, നീ കുറച്ച് അവനെ ഒന്ന് പഠിപ്പിക്കണം. എന്തുവാണ് പഠിപ്പിക്കേണ്ടത്? അവന് പുനർനവ അറിയാൻ, തരിതാമ അറിഞ്ഞൂടാ. അല്ല മനസ്സിലായ? അല്ല മനസ്സിലായ? അത് അവൻ അവിടെ പഠിച്ചിരിക്കുന്ന അല്ല അവിടുത്തെ ഭാഷയല്ല ഇവിടുത്തെ ഭാഷ. പുനർനവനാലും സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. അവർ വന്ന് നമ്മൾ എല്ലാം എഴുതി കൊടുക്കല്ലേ. അവരും മറ്റേ അലോപ്പതിക്കാരുമായിട്ട് എന്താണ് വ്യത്യാസം? അവരും കമ്പനിക്കാരന്റെ സാധനം എഴുതുന്നു. അവർക്ക് ഇതിനകത്ത് കണ്ടന്റ് അറിയോ? കണ്ടന്റ് അറിയാവുന്ന ശരിയായിട്ട് ഉണ്ടാക്കുന്നവരുടെ കിടപ്പുണ്ട്. അവന്റെ അടുത്ത് ചെല്ല്, അന്നൊന്നും ഉണ്ടാക്കി തരില്ല. പണ്ട് നമ്മൾ വൈദ്യന്റെ അടുത്ത് ചെല്ലുമ്പോൾ 3-4 ദിവസം പൊതിഞ്ഞു തരുമായിരുന്നു. ഇതുകൊണ്ട് കഷായം കുടിക്കാൻ പറയാം. ഓർമ്മയുണ്ട? അവിടത്തേക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ നമ്മള്. എന്നാലേ ആയുർവേദത്തിൽ പോകാൻ പറ്റുള്ളൂ. തനിപ്പച്ചമരുന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞു തരുന്നത് തനിപ്പച്ചമരുന്നാണ്. അല്ലാതെ കടയിൽ പോയിട്ട് മേടിച്ചിട്ടാണല്ല പറഞ്ഞത്. കടയിൽ മൊത്തവും ഇരിക്കുന്ന തേന് വേണോ? നല്ല തേൻ വേണമെങ്കിൽ 400 രൂപ കൊടുത്ത് കുമാരനാശന്റെ കരണക്കകത്ത് 2 വരിയും വേണം. വൻതേൻ വേണം. എന്നിട്ട് ഇവിടെ മാർക്കറ്റ് ഇഷ്ടം പോലെ തേൻ കിട്ടുകയാണ്. 100 രൂപ 90 രൂപ 60 രൂപയ്ക്കും വിലക്ക്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നു. തേൻ ബ്രഹ്മി കൃതത്തിന് ഇന്ന് 400 രൂപയ്ക്ക് ഹോൾസെയിലാണ്. 1 കിലോ തേൻ നെയ്ക്ക് കൊടുക്കണം 650 രൂപ. അപ്പൊ ഈ 400 രൂപയ്ക്ക് ഇടുന്ന നെയ്യ് ഇടുന്ന ബ്രഹ്മി കൃതം കിട്ടുകയാണ് മാർക്കറ്റിൽ. എല്ലാരും ഇവിടെ ബിസിനസ് നടക്കല്ലേ, ബിസിനസ് പൊടിക്കുകയാണ്. പക്ഷെ രോഗി അങ്ങനെ അലോപ്പതിക്കാർ പറയുന്ന കേട്ടില്ലേ, ഓപ്പറേഷൻ സക്സസ്. പക്ഷെ രോഗി ഇവിടെ ഓപ്പറേഷൻ സക്സസ് ആണ്. ആള് പോയി, അത് വേറെ കാര്യം അല്ലേ? അതാ ഇവിടെ പൊടിപൂരം കച്ചവടം നടക്കുകയാണ്. ഈ കച്ചവടത്തിൽ നിന്ന് രക്ഷപ്പെടണം വേണ്ടേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തിനും ഈ സംശയമുള്ളവർ എന്നോട് വിളിച്ച് ചോദിക്കാം. ഇന്നത്തേക്ക് എന്നെ വിടുക. ഇത്രയും നേരം വളരെ വിജ്ഞാനപ്രദമായി നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയങ്ങൾ ദൂരീകരിച്ച് പാരമ്പര്യ വൈദ്യത്തെ പറ്റിയും ആയുർവേദത്തെ പറ്റിയും അലോപ്പതിയെ പറ്റിയും ഒക്കെ തന്നെ വളരെ വിശദമായി സംസാരിച്ച ശ്രീ മോഹനൻ വൈദ്യർക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ, സ്വരത്തിന്റെ പേരിലും നമ്മുടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്വരം മെമ്പേഴ്സിന്റെ പേരിലും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു.